മനുഷ്യനെ വിവിധങ്ങളാക്കുന്ന ചിന്തകളും വിചാരങ്ങളും പലപ്പോഴും അവനെ കീഴ്പ്പെടുത്താറുണ്ട്. നാളെ എന്ത് സംഭവിക്കും? നാളെ എൻ്റെ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും? അതെ, ഞാൻ പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എങ്ങനെ ആയിത്തീരും? പല വിധത്തിലുള്ള ചിന്താകുലങ്ങൾ, ഭാരങ്ങൾ നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, 2 കൊരിന്ത്യർ 10:5, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുക. അതെ, നമ്മെ വിചാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, കഷ്ടങ്ങൾ വരുത്തുന്ന, തകർത്ത് കളയുന്ന, നമ്മൾക്ക് മേൽ ബാധിക്കുന്ന ഒത്തിരി പ്രതിസന്ധികൾ പലപ്പോഴും നമ്മെ തോൽപ്പിക്കുവാൻ, നമ്മുടെ ജയത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് നേരെ കടന്നു വരാറുണ്ട്. എന്നാൽ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കുക. എന്താണ് ക്രിസ്തുവിനോടുള്ള അനുസരണം? ക്രിസ്തു ശത്രുവിൻ്റെ തലയെ തകർത്തു, ജയിച്ചു, ജയാളിയായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതെ മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ള ആത്മധൈര്യവും ബലവും ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ രക്തനിമിത്തമുള്ള വിടുതൽ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ദൈവശക്തി നാം സംഭരിക്കേണ്ടത് ആവശ്യമാണ്. നിരാശകൾ, വേദനകൾ, വ്യാകുലതകൾ, നഷ്ടങ്ങൾ, ഭാരങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ പിടിച്ചു കുലുക്കും. എന്നാൽ പിടിച്ചു കുലുക്കുന്നതൊന്നും നമ്മെ തോൽപ്പിച്ചു കളയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ജയാളിയായിത്തീരും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സങ്കീർത്തനം 1:2-3. അതെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം നമുക്കൊരുക്കുന്ന ദൈവിക നന്മകളെ പ്രാപിച്ചുകൊണ്ട് അനുദിനവും നമ്മൾ മുൻപോട്ട് പോകണം. നമ്മളുടെ ജയത്തിന് നാം ജഡീകങ്ങളാകുന്ന ആയുധങ്ങളെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ദൈവവചനം തന്നെ. 2 കൊരിന്ത്യർ 10:4-5. അതുകൊണ്ട് നിങ്ങൾക്ക് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം നാം ധരിച്ചു കൊള്ളണം. എഫേസ്യ ലേഖനം 6:13. അതെ, നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്നത് തോൽവിക്ക് മേൽ തോൽവി അനുഭവിപ്പാനല്ല, പിന്നെയോ ജയത്തിന് മേൽ ജയം പ്രാപിച്ച് അനുദിനവും ജയാളിയായി മുൻപോട്ട് പോകുവാനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.